ഫിലിമി ഫാൻഡത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കിയോഷി കൊറസോവ എന്ന ജാപ്പനീസ് ഫിലിം മേക്കർ 1997 എഴുതി സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ഹൊറർ ഫിലിമാണ് ക്യുവ. ടോക്കിയോ നഗരത്തിൽ വളരെ അസാധാരണമായ കൊലപാതകങ്ങൾ നടക്കുന്നു. തക്കതായ കാരണമില്ലാത്ത ഒരു പ്രകോപനവുമില്ലാതെ നടക്കുന്ന കൊലകൾ. ഈ കൊലകളെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പൊതുവായ അജ്ഞാതൻ. അയാൾക്ക് വേണ്ടി കഥാനായകൻ ഡിറ്റക്റ്റീവ് ടക്കാബ നടത്തുന്ന അന്വേഷണമാണ് സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ പാർട്ട് 1 ആണ് ഈ വീഡിയോ. ഇതിനുശേഷം മറ്റൊരു പാർട്ട് കൂടി ഉണ്ടാകും. അപ്പോൾ ഒരു കിടിലൻ ത്രില്ലർ സിനിമയുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു പെൺകുട്ടി ഒരു ഡോക്ടറിൻ്റെ മുൻപിലിരുന്ന് പുസ്തകം വായിക്കുന്നതാണ് കാണിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് ബ്ലൂ ബിയേർഡ് ആണെന്ന് നമുക്ക് കാണാം. പെട്ടെന്ന് ആ പെൺകുട്ടി ആ പുസ്തകം വായിച്ചിട്ട് മടക്കി വയ്ക്കും. എന്നിട്ട് വിറയ്ക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടർ വന്നിട്ട് ചോദിക്കും, മോളെ നിനക്ക് ഓക്കെ ഇല്ലേ, നിനക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ആ പെൺകുട്ടി പറയും, ഡോക്ടർ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ അവസാനം എനിക്ക് വായിക്കേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ അവസാനം ആ ബ്ലൂ ബിയേർഡുള്ള രാജാവിനെ അയാളുടെ മകൾ കൊല്ലുന്നതാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് പറയും. അപ്പോൾ ആ ഡോക്ടർ അത് എഴുതിയെടുക്കും. അത് കഴിഞ്ഞൊരു അജ്ഞാതനെയാണ് ആദ്യം കാണിക്കുന്നത്. അയാളിങ്ങനെ നടന്നു പോകുന്നതും അതിനുശേഷം ഒരു കഷ്ണം പൈപ്പ് മുറിച്ച് കൈ വയ്ക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് അയാൾ ആ പൈപ്പ് ഉപയോഗിച്ചതിന് ഒരു പെൺകുട്ടിയെ അടിച്ച് കൊലപ്പെടുത്തുന്നുമുണ്ട്. ആ പെൺകുട്ടിയെ കൊന്നതിന് ശേഷം അയാൾ അവിടെ നിന്ന് തന്നെ കുളിച്ച് വൃത്തിയാകുന്നതും കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. ഇവിടെയാണ് ഡിറ്റക്റ്റീവ് ടക്കാബ നമ്മുടെ നായകൻ്റെ ഇൻട്രോ. അത് കഴിഞ്ഞ് പോലീസ് സംഭവ സ്ഥലം പരിശോധിക്കുന്നതാണ് കാണിക്കുന്നത്. ഡിറ്റക്റ്റീവ് ടക്കാബയെ നമുക്ക് അവരുടെ ഇടയിൽ കാണാൻ കഴിയുന്നുണ്ട്. പെട്ടെന്ന് അടുത്ത് നിൽക്കുന്ന വെള്ള കോട്ട് ധരിച്ചയാൾ പറയും, മരിച്ചതൊരു വേശ്യയാണ്, എന്നായാലും മരിക്കേണ്ടതല്ലേ, ഇവരുടെയൊക്കെ മരണം ഇങ്ങനെയൊക്കെ തന്നെയാണ്, വേറെ അസ്വാഭാവികമായിട്ടൊന്നും ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയും. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ടക്കാബം പതുക്കെ കുളിമുറിയിലേക്ക് പോകും. അപ്പോൾ അവിടെ കൊലപാതകത്തിന് ഉപയോഗിച്ചേക്കാമെന്ന് സംശയിക്കുന്ന ഒരു കത്തിയും ഒരു കോട്ടിൽ നിന്നൊരു ID കാർഡും കിട്ടും. അപ്പോൾ ആ ID കാർഡ് തുറന്ന് നോക്കുമ്പോൾ കുവാന എന്നൊരാളുടെ ID കാർഡാണത്. അപ്പോൾ അതിങ്ങനെ ടക്കാബ പരിശോധിക്കുന്നതിനിടയിൽ നേരത്തെ കണ്ട വെള്ള കോട്ടിട്ട് അയാൾ വന്നിട്ട് പറയും, ഇത് കുവാന എന്നൊരാളാണ് ചെയ്തതെങ്കിൽ അയാൾ ഒരിക്കലും ഇവിടെ അയാളുടെ ID കാർഡ് ഇട്ടിട്ട് പോകില്ല എന്നുള്ളത് ഉറപ്പാണ് എന്ന് പറയും. അപ്പോൾ അയാളോടൊന്നും മിണ്ടാതെ നമ്മുടെ ടക്കാബ പതുക്കെ ഡെഡ് ബോഡിയുടെ അടുത്തോട്ട് പോകും. ഇതോ തടിച്ച വസ്തു കൊണ്ട് തലയ്ക്ക് അടിയേറ്റതാണ് മരണകാരണമെന്ന് വെള്ള കോട്ടിട്ട് അയാൾ ടക്കാബയോട് പറയും. അപ്പോൾ ടക്കാബ പെൺകുട്ടിയെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഡിറ്റക്റ്റീവിനോട് ചോദിക്കും, താങ്കൾ എപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു X മാർക്കുള്ള മുറിവ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആ പെൺകുട്ടിയുടെ കഴുത്തിലായിട്ട് കത്തി കൊണ്ട് വരഞ്ഞ ഒരു X മാർക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അടുത്ത സീനിൽ ശരിക്കും ഡിറ്റക്റ്റീവ് ടക്കാബയുടെ ക്ലാസ് കാണിക്കുന്ന ഒരു കാര്യം അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാ പോലീസുകാരും പ്രതി വളരെ ദൂരെ പോയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ടക്കാബ നൈസായിട്ട് തൻ്റെ ഒബ്സർവേഷൻ സ്കില്ല് വെച്ച് പ്രതി എവിടെ ഇരിക്കുമെന്ന് അനുമാനിച്ചിട്ട് വടമോനെ ഇങ്ങിറങ്ങി പോരെന്ന് പറഞ്ഞ് നൈസായിട്ട് പ്രതിയെ വിളിച്ചിറക്കിക്കൊണ്ട് വരികയാണ്. അയാളൊരു വാതിൽ തുറന്ന് നോക്കുമ്പോൾ അവിടെ ഒരുത്തൻ കയറി ഇങ്ങനെ ഒളിച്ചു പേടിച്ച് അരണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ നേരത്തെ ടക്കാബ പിടിച്ച പ്രതിയെ ചോദ്യം ചെയ്യുന്ന ചില ക്ലിപ്പിങ്സുകൾ ഇവരിരുന്ന് കാണുന്നതാണ് കാണിക്കുന്നത്. അയാൾക്കൊന്നും അറിയില്ല. കൊലപാതകം അയാളാണ് ചെയ്തതെങ്കിൽ അയാൾ ഓർക്കുന്നുണ്ടെങ്കിലും എന്തിനാണ് ചെയ്തത്, എന്തായിരുന്നു കാരണം ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഇതും ഈ മാസം നടന്ന 2 കൊലപാതകങ്ങൾ പോലെ തന്നെയാണെന്ന് ഡിറ്റക്റ്റീവ് ടക്കാബ തൻ്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട്. ഇതുകൂടി ചേർത്ത് 3ാമത്തെ കൊലയാണ് ഇതുപോലെ എക്സാക്റ്റായിട്ട് ഒരു കാരണവുമില്ലാതെ നടക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഒരു കടൽ തീരത്ത് നിൽക്കുന്നതാണ്. കൊട്ടം വെയിലടിച്ച് കിളി പോയ പോലെയാണ് അവൻ്റെ നിൽപ്പ്. ഇവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരുത്തനെ അവിടെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് കിളി പോയവൻ ചെന്നിട്ട് ഇതേത് സ്ഥലം, ഇതേത് ദിവസം, ഇതേത് വർഷം എന്നൊക്കെ മറ്റവനോട് ചോദിക്കുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് അവസാനം ഞാൻ ആരാണെന്ന് കൂടെ ചോദിച്ചിട്ട് അവനൊന്നും പറയാതെ ജസ്റ്റ് അങ്ങ് ബോധം കെട്ട് വീണു. ഇത് കണ്ടിട്ട് കിളി പോയവനെ മറ്റേ ചെറുപ്പക്കാരൻ പാവം തോന്നിയിട്ട് തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇവനിപ്പോഴും യാതൊരു ബോധവും ഇല്ല. ഇതിനിടയിൽ കിളിബോയവൻ്റെ കോട്ടിൽ മാമിയ എന്ന് എഴുതിയിരിക്കുന്നത് മറ്റേ ചെറുപ്പക്കാരൻ ശ്രദ്ധിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവൻ്റെ പേര് മാമിയ എന്നായിരിക്കുമെന്ന് ഈ ചെറുപ്പക്കാരൻ വിചാരിച്ചു. ഇതിനിടയിൽ ഈ കിളിബോയവൻ മറ്റേ ചെറുപ്പക്കാരനോട് നിന്നെപ്പറ്റി പറയുന്നുണ്ട്. അപ്പം ഞാനൊരു അധ്യാപകനാണെന്നും അടുത്തൊരു എലമെൻ്ററി സ്കൂളിൽ പഠിപ്പിക്കുന്നെന്നും എനിക്കൊരു ഭാര്യയുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ വയ്യാതെ മുകളിൽ കിടക്കുകയാണ്, അവൾക്ക് പനിയാണെന്നൊക്കെ ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്. ഈ ചെറുപ്പക്കാരൻ തിരിച്ച് ഈ കിളിബോയവനോട് വല്ലതും ചോദിക്കാമെന്ന് വിചാരിച്ചാൽ ഇവന് യാതൊരു ബോധവുമില്ല. അപ്പോൾ ലാസ്റ്റ് ഈ കിളിബോയവൻ ചോദിക്കും, പിങ്ക് വസ്ത്രം ധരിച്ചയാളല്ലേ നിൻ്റെ ഭാര്യയാന്ന്. ഇത് കേട്ട് മറ്റേ ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോവും. കാരണം അവൻ്റെ ഭാര്യയെ ഇതുവരെ ഈ കിളിബോയവൻ കണ്ടിട്ടില്ല. ഇതൊക്കെ ചോദിച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ഈ കിളിബോയവൻ ഒരു കഷ്ണം സിഗരറ്റും പിന്നെ ഒരു ലൈറ്ററും എടുത്ത് അത് കത്തിച്ച് ഇവൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നു. ഇത് കഴിഞ്ഞ് ഡിറ്റക്റ്റീവ് ടക്കാബയെയും അയാളുടെ ഭാര്യയെയാണ് കാണിക്കുന്നത്. ഭൂമി എന്നാണ് ഭാര്യയുടെ പേര്.
ഈ കേസും തൊല്ലയും ഒക്കെ അവസാനിച്ചിട്ട് നമുക്കൊരു ട്രിപ്പ് പോകാമെന്ന് ടക്കാബ ഭാര്യയോട് പറയുന്നുണ്ട്. നേരത്തെ കിളിബോയവിനെ വീട്ടിൽ കൊണ്ടുപോയ ചെറുപ്പക്കാരൻ വീട്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അവൻ കിടന്ന കിടക്ക മുഴുവൻ ചോര കിടപ്പുണ്ട്. പിന്നീട് ടക്കാബയോട് ഒരു പോലീസുകാരൻ ടൊമോക്കോ എന്ന 26 വയസ്സുള്ള സ്ത്രീയാണ് കൊല്ലപ്പെട്ടതെന്നും ഭർത്താവാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ആളെന്നും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പ്രതിയായ ആ ചെറുപ്പക്കാരൻ ഹനോക്കയെ ചോദ്യം ചെയ്യുന്ന ടക്കാബയെയാണ് കാണിക്കുന്നത്. നീ എന്തിനവളെ നെഞ്ചിൽ കുത്തി കൊന്നു എന്നാണ് ടക്കാബ ചോദിക്കുന്നത്. അപ്പോൾ അവനറിയില്ല, അവനൊന്നും ഓർമ്മയില്ല എന്നാണ് അവൻ പറയുന്നത്. അവൻ കൊന്നു എന്ന് സ്വയം വിശ്വസിക്കാനാവാതെ എന്തൊക്കെയോ ഭ്രാന്തുകൾ കാണിക്കുന്നുമുണ്ട്. ഈ മാസത്തെ 4ാമത്തെ സമാന കൊലപാതകമാണ് നടക്കുന്നതെന്നും എന്താകും ഇതിന് കാരണമെന്നും ടക്കാബ സഹപ്രവർത്തകനോട് ചർച്ച ചെയ്യുന്നതാണ് അടുത്ത സീൻ. ഇടയ്ക്ക് സഹപ്രവർത്തകൻ നിൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ടക്കാബയോട് ചോദിക്കുന്നുണ്ട്. നീ പറഞ്ഞ ഹോസ്പിറ്റലിലായ പിന്നെ കുറവുണ്ടെന്ന് ടക്കാബ തിരിച്ച് മറുപടി പറയുന്നുണ്ട്. അടുത്തത് ബീച്ചിൽ കണ്ട കിളിബോയവൻ ഒരു കെട്ടിടത്തിൻ്റെ റൂഫിൽ കയറി ഇരിക്കുന്ന ഷോട്ടാണ്. ഇത് കണ്ടുവന്നൊരു പോലീസുകാരൻ അവനെ വളരെ കഷ്ടപ്പെട്ട് വിളിച്ചിറക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത്തവണയും കഴിഞ്ഞ തവണത്തെ പോലെ ഇവൻ ഓരോ വട്ടുകൾ ആ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ തിരിച്ചു വല്ലതും ചോദിച്ചാൽ മറുപടി പറയാനുള്ള ബോധം പോലുമില്ല. കിളി പോയിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ ആ പോലീസുകാരോട് ഒരു സിഗരറ്റ് ചോദിച്ചു. അവരത് കൊടുക്കുകയും ചെയ്തു. പാവങ്ങളായിരുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ കേരളത്തിലായിരുന്നെങ്കിൽ നല്ല കനത്തിന് കിട്ടിയേനെ. പക്ഷെ പെട്ടെന്ന് അവൻ ആ സിഗരറ്റ് വലിക്കാതെ അത് പോലീസുകാരൻ്റെ പേര് പറഞ്ഞു വിളിച്ചിട്ട് ഒരു ലൈറ്റർ കത്തിച്ച് അയാളുടെ മുൻപിൽ ഇങ്ങനെ വയ്ക്കുകയാണ്. അടുത്ത് കാണിക്കുന്ന ഒരു ആശുപത്രിയെ അവിടുത്തെ നഴ്സിനെയൊക്കെയാണ്. അവിടെ തന്നെ നമ്മുടെ മറ്റേ ആ കിളി പോയവനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതും കാണാം. മിക്കവാറും പോലീസുകാർ കൊണ്ട് അഡ്മിറ്റ് ചെയ്തതായിരിക്കും. ഇതിനുശേഷം നമ്മുടെ ടക്കാബ തൻ്റെ സഹപ്രവർത്തകനോട് ഇതൊരു ഹിപ്നോട്ടിസം എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചോദിക്കുന്ന സീനാണ്. ഒരു ലൈറ്ററോ മറ്റോ കാണിച്ച് ഒരാളെ കൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സഹപ്രവർത്തകൻ പറയും, ഹിപ്നോട്ടിസം ചെയ്യാൻ കഴിഞ്ഞേക്കും, പക്ഷേ എങ്കിൽ കൂടി ഒരാളുടെ ബേസിക് മോറൽ സെൻസ് മാറ്റാൻ സാധിക്കില്ല. അതായത് കൊലപാതകം പാപമാണെന്ന് കരുതുന്ന ഒരാൾ ഹിപ്നോട്ടിസ് ചെയ്യപ്പെട്ടാലും കൊലപാതകം ചെയ്യാൻ കൂട്ടാക്കില്ല. അപ്പോൾ ടക്കാബ തിരിച്ചു ചോദിക്കും, ഓക്കെ ശരി, അറ്റ്ലീസ്റ്റ് കത്തി കൊണ്ട് മൃതശരീരത്തിൽ മറ്റേ ആ ഇൻഡ്യൂമാർക്ക് വരപ്പിക്കാനെങ്കിലും സാധിക്കില്ലേ? അപ്പോൾ സഹപ്രവർത്തകൻ പറയും, ചിലപ്പോൾ നല്ലൊരു ഹിപ്നോട്ടിസ്റ്റ് വിചാരിച്ചാൽ അത് പറ്റിയേക്കും. അടുത്തത് സിനിമയുടെ തുടക്കത്തിൽ ആ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി വഴി തെറ്റിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊരു ഷോട്ടാണ് കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ് കാണിക്കാൻ പോകുന്ന സീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞെട്ടിക്കുന്നൊരു സീനാണ് കേട്ടോ. ആ പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, നേരത്തെ ആ കിളിബോയവൻ ഇരുന്ന ആ പോലീസ് സ്റ്റേഷനിൽ, അവിടെ ഇന്നലെ ആ കിളിബോയവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ മൊട്ടത്തറയൻ പോലീസുകാരൻ ഒരു പ്രകോപനവും ഇല്ലാതെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ആ പോലീസുകാരനെ വെടിവെച്ച് കൊല്ലുന്ന സീനാണ് അടുത്തത്. പിന്നീട് എക്സ് വരയ്ക്കാനായിട്ടായിരിക്കണം അകത്തോട്ട് വലിച്ചുകൊണ്ട് പോകുന്നുമുണ്ട്. പിന്നീട് നേരത്തെ ആ വഴിതെറ്റി നടന്ന പെൺകുട്ടി ഡോക്ടറുടെ അടുത്ത് എത്തിയതായിട്ടാണ് കാണിക്കുന്നത്. വഴിതെറ്റിപ്പോയെന്നും കണ്ടുപിടിക്കാൻ കഷ്ടപ്പെട്ടു എന്നൊക്കെ പെൺകുട്ടി ആ ഡോക്ടറോട് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ആദ്യം കാണിച്ച ആ പുസ്തകം ബ്ലൂ ബിയേഡ് എടുത്ത് ആ പെൺകുട്ടിക്ക് കൊടുത്തിട്ട് ഇത് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളത് കണ്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ ഇല്ല, ഇത് ഞാൻ വായിച്ചിട്ടില്ല എന്ന് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഈ പെൺകുട്ടിയുടെയും ഓർമ്മയ്ക്ക് എന്തോ തകരാറുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് കിളിബോയവനെ നേരത്തെ കാണിച്ച നഴ്സ് പരിശോധിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെയും ഇവൻ ഓരോ വട്ടുകൾ കാണിക്കുകയും പിച്ചും പേയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇവൻ ആ ഡോക്ടറെ തന്ത്രപൂർവ്വം ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങും. നിനക്ക് മനുഷ്യനെ വെട്ടിമുറിക്കുന്ന ഒരു സർജനാകാനല്ലേ മോഹം, പക്ഷേ ഇവിടെ ഇങ്ങനെ ജനറൽ മെഡിസിനിൽ പെട്ടുപോയതല്ല. അങ്ങനെ പെട്ടുപോയതിൽ നിനക്ക് സങ്കടമില്ലേ? ഒരു മനുഷ്യനെ വെട്ടിമുറിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി അനുഭവിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് അവളെ കുഴപ്പിച്ചതിന് ശേഷം അവൻ ഇറങ്ങി അങ്ങ് പോവും. പക്ഷേ അവൻ വെറുതെ അല്ല ഇറങ്ങിപ്പോയത്, മറിച്ച് അവിടെ ഒരു എക്സ് മാർക്ക് വരച്ചിട്ടിട്ടാണ് അവൻ്റെ പോക്ക്. അടുത്തത് സിനിമയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സീനാണ്, ഒരു റിവീലിംഗ് സീനാണ് ഇത്. ഈ നേരത്തെ സീൻ കഴിഞ്ഞ ഉടനെ ടക്കാബ തൻ്റെ സഹപ്രവർത്തകനെ വെടിവെച്ചു നിന്ന പോലീസുകാരനെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തിനാണ് കൊന്നതെന്ന് ചോദിച്ചപ്പോൾ അവനെ എനിക്കിഷ്ടമല്ലായിരുന്നു എന്നയാൾ മറുപടി പറയും. പെട്ടെന്ന് ടക്കാബയുടെ കൂട്ടുകാരൻ സൈക്യാട്രിസ്റ്റ് വന്ന് നിങ്ങൾ എന്തെങ്കിലും തിളങ്ങുന്ന വസ്തു ക്രൈമിന് മുൻപ് കണ്ടിട്ടുണ്ടോ, ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഇല്ല എന്ന് മറുപടി പറഞ്ഞിട്ട് ഒടുവിൽ അവിടെ ഒരുത്തനുണ്ടായിരുന്നു, അവന് പേരില്ല, അവനെക്കുറിച്ച് എനിക്കറിയില്ല, അവൻ എവിടെ നിന്നാണ് വന്നതെന്നൊന്നും എനിക്കറിയില്ല എന്ന് അയാൾ സമ്മതിക്കും. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു മൂർച്ചയില്ലാത്ത വസ്തു ആരുടെയോ ആജ്ഞ അനുസരിക്കുന്നത് പോലെ എടുത്തുകൊണ്ടുപോയി അവിടെ നിന്നൊരു പോലീസുകാരൻ്റെ നെഞ്ചിൽ എക്സ് വരയ്ക്കും.
എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചിട്ട് അയാൾ അതിന് മറുപടി പറയില്ല. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ അവസാനിക്കുകയാണ്. ഇനി അടുത്ത പാർട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ മറ്റേ കിളിബോയവൻ നേരത്തെ ഹിപ്നോട്ടൈസ് ചെയ്ത ആ നഴ്സ് പെൺകുട്ടി ഒരുത്തനെ കൊല്ലുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.